ഹായ് ഹലോ. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഈസി റെസിപ്പി കണ്ടാലോ. രാവിലെ എണീറ്റ് കുക്ക് ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് പറ്റിയ റെസിപ്പിയാണ് ഇത്. ചൂടായ ഫ്രൈങ് പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു സവാള ചെറുതായി കട്ട് ചെയ്ത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള ഒന്ന് കുക്കായി വരുമ്പോഴത്തേക്കും നമുക്ക് 1 കപ്പ് ബസ്മതി അരി നന്നായിട്ട് കഴുകി ഒന്ന് വേവിച്ചെടുക്കാം. ചോറ് നന്നായിട്ട് കുക്ക് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം വെന്ത് വന്ന സവാളയിലേക്ക് വളരെ കുറച്ച് ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചേർത്ത് കൊടുക്കണം. ചിക്കൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് കുക്കായി കിട്ടാനായിട്ട് 2 സ്പൂൺ വെള്ളം ഒഴിച്ച് അടച്ചു വയ്ക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷമാണ് ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത്. മാഗിയുടെ തന്നെ കറി ഫ്ലേവർ നൂഡിൽസിൻ്റെ മസാല. ബാക്കി ഒരു ചിക്കൻ മസാലയ്ക്കും ഇല്ലാത്ത ഒരു ടേസ്റ്റാണ് ഇതിന്. മാഗി ക്യൂബ്സ് മേടിക്കാറുണ്ടെങ്കിൽ പോലും ഈ മസാല ഞാൻ വാങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ ഇത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ചേർക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. ഇത് നാട്ടിൽ കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ഇത് വെച്ചിട്ട് കുക്ക് ചെയ്ത് നോക്കണം. അത് വേറൊരു ലെവൽ ടേസ്റ്റാണ്. മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് എത്ര ചോറാണ് ആവശ്യമുള്ളത് അത് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് എടുക്കണം. ചോറ് ഈ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഗ്രീൻ ചില്ലിയുടെ സോസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് എൻ്റെ മോൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇത് ചേർത്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എരിയുന്നില്ല. ഇത് നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറും കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഓപ്ഷനിലാണ്, തീർത്തും ഓപ്ഷനിലാണ്. സോയ സോസും ചേർത്ത് കൊടുക്കാവുന്നതാണ് നമുക്ക്. അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണേ. ശരിക്കും ഈ വീഡിയോയിൽ കണ്ടതിൻ്റെ പകുതി ടൈം മതി ഇത് കുക്ക് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ ഒരു കൈ കൊണ്ട് കുക്ക് ചെയ്തുകൊണ്ടും ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ടൈം എടുത്തത് തന്നെ. പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. മാത്രമല്ല ഇത് നല്ല ടേസ്റ്റാണ്. അത് എടുത്തു പറയേണ്ടത് ആ കറി ഫ്ലേവറിൻ്റെ ടേസ്റ്റാണ് ഇതിൽ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇത് നാട്ടിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലേവർ തീർച്ചയായിട്ടും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളാണ്, പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്.